ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണം പ്രതി റിജോ ആന്റണിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. 12 ലക്ഷം രൂപ കണ്ടെടുത്തിട്ടുണ്ട്. കത്തിയും ഉപയോഗിച്ച വസ്ത്രവും പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞു. അതിനിടെ റിജോ ആന്റണി കടം വീട്ടിയ ആൾ പോലീസിൽ പണം മടക്കി ഏൽപ്പിച്ചു. ചാലക്കുടി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രതിയെ ഇന്ന് പുലർച്ചെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി, പ്രാഥമിക തെളിവെടുപ്പ് നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നാണ് ഈ പണമടക്കം കണ്ടെത്തിയത്. 10 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. 3 ലക്ഷം രൂപ ഈ റിജോ ഒരു സുഹൃത്തിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. അതിൽ 10,000 രൂപ നേരത്തെ നൽകി. കഴിഞ്ഞ ദിവസം ഈ മോഷണത്തിന് ശേഷം 15-ാം തീയതി 2,90,000 രൂപ ഈ ബാക്കി തുക ഈ സുഹൃത്തിന് കൈമാറുകയും ചെയ്തു. എന്നാൽ പ്രതി റിജോ ആണ് എന്ന് അറിഞ്ഞ ശേഷം അപ്പോൾ തന്നെ ഈ തുക സുഹൃത്ത് ഡിവൈഎസ്പിക്ക് കൊണ്ടുവന്ന് തിരികെ നൽകിയിട്ടുണ്ട്. ഇനി തെളിവെടുപ്പ് നടത്താനുള്ള ബാങ്കിലാണ്. ബാങ്കിലടക്കം വിശദമായ തെളിവെടുപ്പ് നടത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഒരു 11 മണിയോടുകൂടിയായിരിക്കും തെളിവെടുപ്പ് നടത്തുക. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നത് ബാങ്ക് മാനേജർ എന്ന് പ്രതി റിജോയോട് പോലീസ്, അതായത് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് പോലീസിനോട് റിജോ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യങ്ങൾ ബാങ്ക് മാനേജർ കാര്യമായി നിരീക്ഷണങ്ങളൊന്നും നടത്തിയില്ല. കത്തി കാട്ടി ഉടൻ ബാങ്ക് മാനേജർ മാറിത്തന്നു എന്നാണ് പ്രതി പറയുന്നത്. മാനേജർ ഉൾപ്പെടെയുള്ള 2 ജീവനക്കാർ എതിർത്തിരുന്നുവെങ്കിലും മോഷണത്തിൽ നിന്ന് പിന്മാറിയെന്ന് പ്രതി പോലീസിനോട് പറയുന്നു. അതായത് ഒരു എതിർപ്പ് ബാങ്കിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ബാങ്ക് ജീവനക്കാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിരുന്നില്ല. അവർ ഈ കത്തി കാട്ടിയപ്പോൾ തന്നെ ഈ മോഷണം അല്ലെങ്കിൽ മോഷണം നടത്താൻ സൗകര്യം തനിക്ക് ചെയ്തു തന്ന പോലെയാണ് എന്നാണ് ഈ പറയുന്ന പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. നേരത്തെ ബാങ്കിലെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്. അതായത് 4 ദിവസം മുമ്പ് പ്രതി ബാങ്കിലെത്തി ഏത് സമയത്താണ് ഇവർ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, അക്കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച ശേഷമാണ് കൃത്യമായ ആ സമയത്ത് തന്നെ വന്ന് മോഷണം നടത്തിയതെന്നും പ്രതി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ATM കാർഡ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് ആദ്യഘട്ടത്തിൽ ഇയാൾ ബാങ്കിലെത്തിയത്. മോഷണ ശ്രമത്തിൽ തന്നെ വിജയം കാണുകയായിരുന്നുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നേരത്തെ ഒരു മോഷണ ശ്രമം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആദ്യമായി മോഷണ ശ്രമം നടത്തിയത് 14-ാം തീയതി ഉച്ചയോടുകൂടിയാണ്. അതിനു മുൻപ് നിരീക്ഷണങ്ങളൊക്കെ നടത്തി. ആ ആദ്യ ശ്രമം തന്നെ സക്സസ് ആയി എന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ബാങ്ക് ജീവനക്കാർ തടയാഞ്ഞതാണ് ഓക്കെ, താങ്ക് യു. എന്നാലും ഈ ബാങ്ക് മാനേജറെ നാണം കെടുന്ന പരിപാടി വേണ്ടെന്ന് റിജോ പറഞ്ഞൊരു കാര്യം, ഈ പോട്ട ബാങ്കിലെ മാനേജർ ഒരു മരമണ്ടനാണെന്നാണ്. കത്തി കാട്ടി ഉടൻ തന്നെ ബാങ്ക് മാനേജർ ഒഴിഞ്ഞു തന്നു എന്നും അദ്ദേഹം പറയുന്നു. മാനേജർ ഉൾപ്പെടെയുള്ള 2 ജീവനക്കാർ എതിർത്തിരുന്നുവെങ്കിൽ മോഷണത്തിൽ നിന്ന് തന്നെ താൻ പിന്മാറിയേനെ എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. പ്രതി നേരത്തെ ബാങ്കിലെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു. ATM കാർഡ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് ബാങ്കിലെത്തിയത്. അതായത് വളരെ അനുസരണശീലമുള്ള ബാങ്ക് മാനേജർ എന്ന രീതിയിലാണ് പ്രതി ഈ മാനേജരെ കണ്ടത്.